മധ്യകേരളത്തിലേക്ക് പോകണം. മധ്യകേരളത്തിൽ നിന്നും അലി അക്ബർ ഷായാണ് ചേരുന്നത്. അലി, വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് റോഷ്നി. അലി, നവഴുകയാണെങ്കിൽ ഈ പകുതി വില തട്ടിപ്പ്, അപ്പൊ അതിലെ കേസുകളിൽ പല NGO-കളും നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകി തടി തപ്പുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ഈ കേസിൽ പ്രതി അനന്തകൃഷ്ണൻ ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. ഈ NGO-കളൊക്കെ പണം തിരികെ നൽകുന്നു, ഒക്കെ ഈ പണം തിരിച്ചു കിട്ടേണ്ടവർക്ക് അത് തിരിച്ചു കിട്ടണം, അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ അന്വേഷണം ഇതിലേക്കൊക്കെ വ്യാപിക്കേണ്ടതുണ്ടല്ലോ അല്ലേ? തീർച്ചയായും റോഷ്നി, പറഞ്ഞതുപോലെ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പല NGO-കളും ഇതിൽ പെട്ടുപോയതാണ്. അതായത് ഈ നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടതുപോലെ തന്നെ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ട നിരവധി NGO-കളുമുണ്ട്. അവരിൽ പലരും പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. നമ്മളുടെ ലൈവത്തോണിൽ ഉൾപ്പെടെ പലരും ആത്മഹത്യയുടെ വക്കിലാണ്, കാരണം നാട്ടിലാകെ സംശയത്തിന്റെ നിഴലിലാണ് തങ്ങൾ ജീവിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പല NGO-കളും ഈ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനുള്ള നടപടികളും ആരംഭിച്ചിരുന്നു. ഇപ്പോൾ എറണാകുളത്ത് ഉൾപ്പെടെ പല NGO-കളും പണം നിക്ഷേപിച്ചവർക്ക് അവർ ഈ പകുതി വിലയിൽ ഇരുചക്രവാഹനം മോഹിച്ച് കൊടുത്ത പണം, നിക്ഷേപിച്ച പണം അത് തിരിച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇന്നലെയാണ് ഈ കോടതി ഈ അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ പ്രധാനമായും കോടതി എടുത്തു പറഞ്ഞ നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഇത്രയും സ്വാധീനമുള്ള ആൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുമായി ബന്ധമുള്ള ആൾ, സ്വാഭാവികമായും ഇയാൾ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സ്വാധീനമുണ്ട്, ഈ പരാതിക്കാരെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ ഇയാൾ ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലെല്ലാം സാധ്യത നിലനിൽക്കെ ഇയാൾക്ക് ഇത്തരത്തിൽ ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു കോടതി ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായത്. നിരവധി രാഷ്ട്രീയ പ്രമുഖർ പങ്കു ചേർക്കപ്പെട്ടിട്ടുള്ളൊരു കേസാണ്. അനന്തകൃഷ്ണൻ തന്നെ കഴിഞ്ഞ ദിവസം കോടതിയിൽ എത്തിയപ്പോൾ പറഞ്ഞത് രാഷ്ട്രീയക്കാരും ജുഡീഷ്യറിയും എല്ലാം പല രീതിയിൽ ഇടപെട്ടിട്ടുള്ള കേസായതുകൊണ്ട് തന്നെ ജീവന് ഭീഷണി ഉണ്ടെന്നായിരുന്നു അനന്തകൃഷ്ണൻ തന്നെ പറഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായത്. ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ആ നിലയിലുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ്. എന്തായാലും നിരവധി പേരുകൾ പുറത്തു വരാനുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൂചനയും. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താൻ വേണ്ടി അനന്തകൃഷ്ണൻ ഉപയോഗിച്ച പല NGO-കളും അവർ തങ്ങൾ തട്ടിപ്പിന്റെ ഭാഗമായിരുന്നില്ല എന്ന് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ പണം തിരികെ നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. റോഷ്നി, അലി പറഞ്ഞതാണ് പുറത്തു വരാനുള്ള പേരുകളൊക്കെ എത്രയും വേഗം പുറത്തു വരണം എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, അലി, ഇപ്പോൾ മറ്റൊരു പ്രതിഷേധം തുടങ്ങാനുള്ള ഒരു സാഹചര്യമൊക്കെ ഇന്ന് കാണുന്നുണ്ട്. ഈ കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനന നീക്കത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക് അവർ നീങ്ങുകയാണ്. നിയമസഭയിൽ സർക്കാർ നീക്കങ്ങൾക്ക് പ്രതിപക്ഷവും ഇന്നലെ പിന്തുണ അറിയിച്ചത് നമ്മൾ കണ്ടു. അതെന്താണ് സാഹചര്യം? റോഷ്നി, ഈ കേന്ദ്ര സർക്കാർ കടൽ മണൽ ഖനനത്തിന് കുത്തകകൾക്ക് തീരെഴുതി കൊടുക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ തുറന്ന പ്രതിഷേധം മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചിരുന്നു. ഈ കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ സംസ്ഥാന സർക്കാരും രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യവും ഉണ്ട്. ഇത് കേന്ദ്രത്തെ അറിയിച്ചിട്ടുമുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക്, കേരളത്തിന്റെ തീരമേഖലകൾ തങ്ങൾ സമരവേദിയാക്കുമെന്നുള്ള പ്രഖ്യാപനത്തോടു കൂടി രംഗത്തെത്തുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കൊല്ലത്തെ 3 ബ്ലോക്കുകളാണ് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഖനനം ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ എഴുതി കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഖനനം നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് മത്സ്യസമ്പത്തിനെ വലിയ രീതിയിൽ ബാധിക്കും. കാരണം ഈ ജൈവധാതുക്കളുടെ ഒരു കലവറ എന്ന് പറയാൻ കഴിയുന്ന മേഖലയാണ് ഈ ഓഫ്ഷോർ എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് ഇത്തരത്തിൽ ഖനനം നടക്കുമ്പോൾ, വലിയ രീതിയിലുള്ള ഖനനം നടക്കുമ്പോൾ സ്വാഭാവികമായും ഈ ജൈവസമ്പത്തിന്റെ ഉറവിടമായ മേൽമണ്ണ് പോകും. അത്തരത്തിൽ സംഭവിച്ചാൽ കടൽ എന്ന് പറയുന്നത് മത്സ്യങ്ങളുടെ ഒരു ശ്മശാനമായി മാറുമെന്നതാണ് മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത്. ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം വരും. മത്സ്യത്തൊഴിലാളികളെ മാറ്റി നിർത്തിയാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള ജോലികളിലൂടെ ഉപജീവനം കണ്ടെത്തുന്ന 15 ലക്ഷത്തോളം ആളുകൾ കേരളത്തിലുണ്ട്. ഇവരുടെ എല്ലാം ഉപജീവന മാർഗത്തിന് ഒരു ശവക്കല്ലറയാക്കി മാറ്റുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ കേരള തീരമാകെ തങ്ങൾ സമരവേദിയാക്കി മാറ്റുമെന്നും മത്സ്യത്തൊഴിലാളികൾ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, ശക്തമായ സമരരീതികൾ ഏറ്റെടുക്കാനും പോവുകയാണ് മത്സ്യത്തൊഴിലാളികൾ. റോഷ്നി, ശരി അലി, മധ്യകേരളത്തിൽ നിന്നുള്ള വിവിധ വാർത്തകൾ അലി വിശദമായി തന്നെ പങ്കുവച്ചു. പ്രത്യേകിച്ച് ഈ കടൽ മണൽ ഖനന നീക്കത്തിനെതിരെ മത്സ്യത്തൊഴിലാളികളുടെ ശക്തമായ പ്രതിഷേധം അത് തുടങ്ങുന്നു. മറ്റൊന്ന്, ഈ അനന്തകൃഷ്ണനെ കൂടുതൽ മുറുക്കണമെങ്കിൽ ഈ അന്വേഷണ സംഘത്തിന് കൂടുതൽ അനന്ത സാധ്യതകൾ പരീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. കൂടുതൽ പേരുകൾ പുറത്തു വരുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആ വിവരങ്ങളാണ് അലി പങ്കുവച്ചത്. ശരി അലി, നമുക്ക് വീണ്ടും കാണാം.